ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ലൊരു അടിപൊളി നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആട്ടോ അത്. ഞാൻ സ്മിത. അപ്പോൾ നമ്മുടെ പാചകത്തിലേക്ക് പോവാം. ആയോട്ടാ. ഇന്ന് ഞാനുണ്ടല്ലോ ചിക്കൻ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മളിത് 1.5 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാറ്റിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് കുറച്ച് മസാലയൊക്കെ ഒന്ന് കൂട്ടി വയ്ക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കിതാ ആദ്യം കാശ്മീരി മുളക് പൊടി ആട്ടോ നമ്മൾ ഇടുന്നത്. കാശ്മീരി മുളക് പൊടി ആകുമ്പോൾ അധികം എരിവൊന്നും ഉണ്ടാവില്ല, നല്ല കളറൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഒരു 1.5 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കതിലേക്ക് ഇതാ മല്ലിപ്പൊടി 1 ടീസ്പൂണ് മല്ലിപ്പൊടി കേട്ടോ. ഇനി നമുക്കിട്ടല്ലോ മഞ്ഞൾപ്പൊടി കേട്ടോ. മഞ്ഞൾപ്പൊടി നോക്കി നമ്മളിതാ ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കേട്ടോ മഞ്ഞൾപ്പൊടി എടുത്തോടെ അതിട്ട് കൊടുക്കാം. പിന്നെ നോക്കി നമ്മൾ 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കേട്ടോ. പിന്നെ അതേപോലെ നല്ല വലിപ്പമുള്ള ഒരു ചെറുനാരങ്ങയുടെ നീര്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് നമ്മൾ പേസ്റ്റാണ്. ഇഞ്ചി നമ്മൾ എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഏതാണ്ട് നമ്മുടെ ഒരു വിരലിൻ്റെ നീളം അത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. വലിപ്പമുള്ള ഒരു കഷ്ണം തന്നെയായിട്ട് എടുത്തോണ്ട്. പിന്നെ അതേപോലെ തന്നെ ഒരു തുടം വെളുത്തുള്ളിയായിട്ട് എടുത്തിട്ടുള്ളത്. അത് രണ്ടും കൂടി നല്ല പേസ്റ്റ് പോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിടല്ലോ ഇതാ ചിക്കൻ മസാല കേട്ടോ. അപ്പോൾ ഇതാ 2 ടീസ്പൂണാണ് കേട്ടോ നമ്മൾ ചിക്കൻ മസാല ഇടുന്നത്. 1 ടീസ്പൂണ്. പിന്നെ ഇതാ 2 ടീസ്പൂൺ. പിന്നെ നമുക്കതിലേക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പ് നമുക്ക് ഒരു ഉദ്ദേശം വെച്ചിട്ടാട്ടോ നമ്മൾ ഉപ്പിടുക. അപ്പോൾ ഞാൻ ഈ ഒരു 1.5 കിലോ ചിക്കനിലേക്ക് ഏതാണ്ട് ഒരു ടീസ്പൂണേക്കാളും കൂടുതലായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് ഇതാ നമ്മുടെ കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഇത്തിരി കൂടുതലിടാം കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് മസാലയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചിക്കനിലേക്ക് നന്നായിട്ട് ആവേണ്ട പോലെ തന്നെ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് തന്നെ കേട്ടോ ആക്കി കൊടുത്തോളൂ കേട്ടോ. ഇപ്പം നോക്കിയേ നമ്മൾ നോക്കിയാൽ മസാലയൊക്കെ ഇതാ ചിക്കനിൽ നന്നായിട്ട് ആവേണ്ട രീതിയിൽ തന്നെ നമ്മളിതാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇങ്ങനെ തന്നെ ഉണ്ടല്ലോ നമ്മുടെ ചിക്കൻ ഒരു 1/2 മണിക്കൂർ നേരം നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം കേട്ടോ. അപ്പോൾ അതോടെ ഇരിക്കട്ടെ. നമുക്കുണ്ടല്ലോ ചിക്കനിലേക്ക് കുറച്ച് മസാലകളൊക്കെ വേറെ റെഡിയാക്കാനുണ്ട്. അപ്പോൾ നമ്മളിതാ തീ കത്തിച്ച് ഒരു ചീനിച്ചട്ടി ഇത് അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ ചീനിച്ചട്ടി ഒന്ന് ചൂടാവട്ടെ. നമ്മുടെ ചീനിച്ചട്ടി ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ 1 ടീസ്പൂണിൻ്റെ അടുത്തേക്ക് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. ഇതാ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു 8 വറ്റമുളക് ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ 1.5 കിലോയിലേക്ക് നമ്മൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അതിൽ പിന്നെ കാശ്മീരി മുളക് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതാ ഇതും കൂടി ആകുമ്പോൾ ആവശ്യത്തിനുള്ളൊരു എരിവ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതൊരു 8 വറ്റമുളക് നമുക്കൊന്ന് വറുത്തെടുക്കണം. മുളകൊക്കെ നോക്കിയാൽ ഇതേപോലെ ഒരു കളർ വന്നിട്ടുണ്ട്. നല്ലൊരു വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഈ മുളകുണ്ടല്ലോ നമുക്കിതാ ചതച്ചെടുക്കണം കേട്ടോ. ചൂടാറിയതിന് ശേഷം നമ്മൾ കുത്തിപ്പൊടി മുളകിലൊക്കെ ചതക്കില്ലേ ആ രീതിയിൽ കേട്ടോ. ഇനി നമുക്ക് പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ളത് നോക്കി ഇത്രയും ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലൊരു 25 ഉള്ളിയുടെ അടുത്തേക്കുണ്ട്. അതിലിതാ 1 ടീസ്പൂണ് ജീരകമുണ്ട്. ഇത് രണ്ടും കൂടിയിട്ട് നമുക്ക് ചതച്ചെന്നെ എടുക്കുക. വെറുതെ ഒന്നെങ്കിൽ മിക്സിയിലിട്ട് ഒറ്റ കറക്കുക. അതല്ലെങ്കിൽ നമ്മൾ ചതിക്കണ നമ്മുടെ ഇതുണ്ടല്ലോ എന്താ പറയുക അമ്മിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലിങ്ങനെ ഓരോന്ന് ചതച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ നമുക്കിത് മിക്സിയിൽ ചതച്ചെടുക്കാവുന്നതുള്ളൂ. ആ കറക്കണതൊന്ന് ശ്രദ്ധിച്ചാൽ മതി, കൂടുതൽ അരഞ്ഞ് പോരുത് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഞാനൊന്ന് അരച്ചു അതേപോലെ ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. നമ്മൾ നോക്കിയേ മുളക് ഇതേപോലെയാണ് കേട്ടോ അത് ചതച്ചെടുത്തിട്ടുള്ളത്. അതേപോലെ നമ്മളിതാ ഉള്ളിയും ജീരകവും കൂടി ഇതാ ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മളുണ്ടല്ലോ ഇതാ തീ കത്തിച്ച് നമുക്കൊരു ചട്ടി ഇത് അടുപ്പത്ത് കയറ്റാം. ഈ ചട്ടി ഒന്ന് ചൂടാവട്ടെ കേട്ടോ. ഉണയിക്കാം.
നമ്മുടെ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഇതാ നമ്മൾ ഇത്രയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായോട്ടെ. നമ്മുടെ ചട്ടി പക്ഷെ നല്ല ചൂടായിരിക്കണ തന്നെ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴേക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കതിലേക്ക് ഇതാ നമ്മുടെ ഉള്ളിയും അതേപോലെ തന്നെ നമ്മുടെ ജീരകം കൂടി ചതച്ചതുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. ഈ ഉള്ളി ഉണ്ടല്ലോ നമുക്കൊന്ന് വഴറ്റിയെടുത്താൽ മതി കേട്ടോ. അധികം മൂത്തൊന്നും പോവണ്ട. നമുക്ക് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നോക്കിയാൽ ഇതേപോലെ നമ്മൾ വഴറ്റിയെടുക്കണമല്ലോ കേട്ടോ. കൂടുതലാവൊന്നും വേണ്ട. ഈ സമയത്ത് നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കൻ നമ്മളൊരു അരമണിക്കൂർ നേരമാണല്ലോ നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വേണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമുക്കുണ്ടല്ലോ വെള്ളമൊന്നും ഒഴിക്കണില്ല. നമുക്ക് ഇതിൽ ചിക്കനിൽ നമുക്ക് തന്നെ കുറച്ച് വെള്ളം വരും. കാരണം നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അധികം വെള്ളമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതാ ഇങ്ങനെ തന്നെ നമുക്കൊന്ന് മൂടി വയ്ക്കാം കേട്ടോ. ഒന്ന് തിളച്ച് വരുമ്പോൾ നമ്മളൊന്ന് തീ കുറച്ച് വയ്ക്കണം. പിന്നെ ആ ഒരു തീ കുറവിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടാനായിട്ട്. നമുക്കിതാ ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതാ ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. കണ്ട തിളച്ച് വരുമ്പോൾ നമുക്കിതാ ചിക്കനിൽ വെള്ളം വരും. ഈ വെള്ളം മതിയിട്ട് നമ്മുടെ ചിക്കൻ വേവാനായിട്ട്. അപ്പോൾ നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് തീ കുറവിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. നമുക്കുണ്ടല്ലോ നമ്മുടെ ചിക്കനൊക്കെ ഇതാ റെഡി ആയിട്ടുണ്ടാവും. കണ്ട ഇതേപോലെയാണ് കേട്ടോ ഇരിക്കുക. അപ്പോൾ എൻ്റെ ഈ ചട്ടിയിലായി കാരണം ഒന്നും കൂടി ഇതിലിരുന്ന് ഒന്നും കൂടി വലിയൂട്ടാ. അപ്പോൾ ഈ ഒരു പാകത്തിനാണ് ഞാൻ ഇറക്കണത്. കുറച്ച് കഴിയുമ്പോൾ തന്നെ ഒന്നും കൂടി വലിയും. അപ്പോൾ ഇത്രയും ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്കുണ്ടല്ലോ നമ്മൾ പൊടിച്ച് കൊടുന്ന നമ്മുടെ ഈ മുളകുണ്ടല്ലോ ചതച്ചെടുത്തത് അത് നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ സാധാരണ നമ്മൾ വീട്ടിലൊക്കെ പൊടിക്കുന്ന ഗരം മസാല ഉണ്ടല്ലോ അതെന്താ 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉണ്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ആട്ടോ. നല്ല രസമാണ് ഈ ഒരു ഇതേപോലെ വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ. നല്ലൊരു മണവും ഒക്കെ ആയിട്ടൊരു പ്രത്യേക ടേസ്റ്റും മണം ഒക്കെ കൂടുതലായിട്ടാ. നമുക്ക് ഇനി നന്നായിട്ട് നമ്മുടെ ഈ മസാലയൊക്കെ ഇട്ടിട്ട് ഇതിൽ ഇളക്കിയല്ലോ. ഇതിലേക്ക് നമുക്കിതാ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതാ ഒന്ന് വെറുതെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു അടിപൊളി നല്ലൊരു ടേസ്റ്റുള്ള നല്ലൊരു ചിക്കൻ റോസ്റ്റ് ആട്ടോ അത്. ഞാൻ വീണ്ടും വീണ്ടും പറയണത് അത്രയും രസമുണ്ട്. അതാണ് പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റണത് കേട്ടോ നമ്മുടെ ഈ ചിക്കൻ റോസ്റ്റ്. അപ്പോൾ ഇതാ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഞാൻ വീണ്ടും പറയുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഷേട്ടിനെ വിളിച്ചിട്ട് വരട്ടെ. അപ്പോൾ ഞാനത് ചെറുതായിട്ട് നമ്മുടെ ആവി വെള്ളം പുറത്തേക്ക് പോകേണ്ട രീതിയിലാട്ടോ ഒന്ന്. അല്ലെങ്കിൽ പിന്നെ ഫുള്ളായിട്ട് മൂടി വെച്ച് ആവി വെള്ളം വീഴുമല്ലോ. അപ്പോൾ അത് അങ്ങനെ വീഴരുത്. ഞാൻ ഷേട്ടിനെ വിളിച്ചിട്ട് വരാം കേട്ടോ. പുതിയ ആളല്ല നമ്മുടെ പഴയ ആൾ തന്നെ. പക്ഷേ കൽമണിക്കുട്ടിക്ക് ഒഴിവില്ലാത്ത കാരണം നമ്മുടെ വീഡിയോയിൽ അധികം ഇല്ല അല്ലേ ഷേട്ടാ? അല്ലേ കൽമണിക്കുട്ടിയെ? പുറത്തേക്ക് പോയിട്ട് വരായിരുന്നു. അപ്പോൾ കൂടി കൂട്ടി കൽമണിക്കുട്ടീനെ കാണും. അച്ചാച്ചനും മോളും കൂടി ടേസ്റ്റ് പറയട്ടെന്ന്. അടിപൊളി ചിക്കൻ റോസ്റ്റ് കൺമണിക്ക് ആദ്യം വെച്ച് തരാം. കൺമണി കൂടി ഫസ്റ്റ് ഇട്ടാന്ന് ടേസ്റ്റ് പറയല്ലേ? നല്ല ടേസ്റ്റ്. അടിപൊളി ചിക്കൻ കറിയാന്ന് പറയുന്നത്. ഇനി അച്ചാച്ചൻ്റെ നോക്കിയിട്ട് പറയും. പക്ഷെ ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനായാലും രസമല്ലേ ഷേട്ടാ? സൂപ്പർ. ഇതൊന്ന് നിസ്സാരമുള്ളത് നമുക്ക് കഴിക്കാൻ. കൺമണി കൂട്ടി ടേസ്റ്റ് ഇല്ലേ? ആ എങ്ങനെയുണ്ട്? നല്ല രസമുണ്ട്. രസമായിട്ടുള്ളതാണ് കേട്ടാ. കൺമണി കുട്ടി നോക്കിയോ ഒന്നും കൂടി.
ഇഷ്ടമായിട്ടില്ലേ? ആണ്ടാ കൺമണിക്കുട്ടിക്ക് വരെ ഇഷ്ടമായി, കൊച്ചു കുട്ടികൾക്ക് വരെ ഇഷ്ടമായി. അപ്പോൾ എല്ലാവരും ഇത് നോക്കുക. നിർത്തല്ലേ അപ്പോൾ നമുക്ക്. അപ്പോൾ അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ടാ.